വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ലെസ് ബനാന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട ചേർക്കാം. കറുവാപ്പട്ട ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. പഴം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കറുവാപ്പട്ട ചേർക്കുന്നത്. ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴം ചേർത്ത് കൊടുക്കാം. ഇതുപോലത്തെ റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള 2 പഴം, നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ മിക്സിയുടെ ജാറിൽ പഞ്ചസാരയോടൊപ്പം ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പഴവും പഞ്ചസാരയും നന്നായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ്. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത് എഗ്ലെസ് ബനാന ചോക്ലേറ്റ് കേക്കാണ്. അതിന് പകരം എഗ്ഗിന് ചേർക്കുന്നതിന് പകരമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നു. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത്രയുമാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വീറ്റ് പൗഡർ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ മധുരമുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കുറയ്ക്കണം. ഇവിടെ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മധുരമുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര യൂസ് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടിത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാവരുടെയും കയ്യിലൊന്നും എപ്പോഴും ഇലക്ട്രിക് ബീറ്റർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് തവി വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ബാറ്റർ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുക്കാം. എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു അല്പം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കാണ്. ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിലേക്ക് ചേർത്ത് നോക്കാം നമുക്ക്. നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് ചേർക്കാം. ഞാനിവിടെ ആൽമണ്ട്സും വാൾനട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. റേസിൻസ് വേണമെങ്കിൽ ചേർക്കാം, കാഷ്യൂസ് വേണമെങ്കിലും ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ കേക്ക് തയ്യാറാക്കുന്നത് ഇതുപോലെ ബ്രെഡ് ലോഫിൻ്റെ ഇതുപോലത്തെ ടിന്നിലാണ് ചെയ്യുന്നത്. നീളത്തിലുള്ള ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടർ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബാറ്റർ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഞാൻ ഈ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും
നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിത് വീണ്ടും 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മുതൽ 40 മിനിറ്റ് സമയം വരെയാണ് ബേക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അത് നമുക്ക് ഓവനിലേക്ക് വെക്കാം. നമ്മുടെ എഗ്ലെസ് ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 40 മിനിറ്റ് വേണ്ടി വന്നു ഇത് ബേക്കായി കിട്ടാൻ വേണ്ടി. 30 മിനിറ്റാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞ് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ലായിരുന്നു. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.